ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ കുഞ്ഞു വാവേനെ കയ്യിൽ കിട്ടിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വാവേനെ കയ്യിൽ കിട്ടി. എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടർ അടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ വൈശായിട്ടും വാവേനെ ഡീൽ ചെയ്യുന്നത് കണ്ടിട്ടായിരുന്നു. കാരണം ഏട്ടന് കുഞ്ഞു മക്കളെ എടുക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഏട്ടന് അവനെ എടുക്കുന്ന കണ്ടപ്പോൾ ഓഹോ, അപ്പോൾ ഈ മനുഷ്യൻ അറിയായിരുന്നില്ലേ എന്നൊരു മട്ടായിരുന്നു എനിക്ക്. അമ്മേൻ്റെ മുഖമൊക്കെ എന്താ എങ്ങനെയെന്ന് അറിയാം. രാത്രി ഞങ്ങൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഗൈസ്. കാരണം ഇവൻ NICU ഒന്നും ഇങ്ങോട്ടേക്ക് മാറിയതല്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, അവൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവണ്ടേ എല്ലാം ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഉറക്കിയിട്ടില്ല കേട്ടോ. മൂപ്പര് അമ്മയും ഞാനും വൈശാഖേട്ടനും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഏട്ടനെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നിട്ട് ഇവർ രണ്ടുപേരും അതെ ഉറങ്ങാതെ ഇരുന്ന് നല്ല ക്ഷീണമായിട്ട് ഇനിയിപ്പോൾ രാവിലെ എണീറ്റാലും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം അല്ലും തുമ്പിയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കുകയില്ല. ഞാൻ പിന്നെ ഉറങ്ങിക്കും, അമ്മേനെ ഏട്ടനെ എന്തായാലും സമ്മതിക്കില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ രാത്രി ഞങ്ങൾ കാളരാത്രിയായിരുന്നു. പക്ഷെ എന്നാലും വാവേനെ കയ്യിൽ കിട്ടിയല്ലോ എന്നൊരു സമാധാനമായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെയാണ് അമ്മയൊന്ന് ചെറുതായിട്ടൊന്ന് കിടക്കണത്. ആ അമ്മയാണ് ആ പിന്നിൽ കിടക്കുന്നത്. അല്ലും തുമ്പി എണീറ്റൊന്ന് വേഗം വാവേനെ നോക്കുക കേട്ടോ. കാരണം ഒരെന്നെ എടുത്തുകൊണ്ട് പോയോ, ഇത് NICUലേക്ക് കൊണ്ടുപോകുന്നൊരു പേടിയാണ് അവർക്ക് കേട്ടോ. അവർ കൊണ്ടുപോകുന്നൊരു പേടിയാണ്. നേഴ്സുമാരൊക്കെ വരുമ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കും, കുട്ടീനെ എടുത്തിട്ട് പോകുമോ എന്നുള്ളൊരു പേടിയിലാണ്. അങ്ങനെ എന്തായാലും രാവിലെ ഞങ്ങൾ എണീക്കാൻ തന്നെ കുറച്ച് വൈകി. അതായത് ഞങ്ങൾ കിടന്നാലല്ലേ എണീക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പുലർച്ചയ്ക്കാണ് ഞങ്ങളൊന്ന് കിടക്കുന്നത് ഇവനൊന്ന് ഉറങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ഒരു സ്റ്റേബിൾ ആവുന്നില്ല. കുറേ കാലമായിട്ട് അങ്ങനെ വേറെ സീനൊന്നുമില്ലല്ലോ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ. നമുക്ക് ഉറക്കം വരാത്ത പ്രശ്നമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്താ ചെറിയമ്മയും ചെറിയച്ഛനും വിദ്യ ചേച്ചിയും പിന്നെ ലച്ചുവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുട്ടു തിരിച്ച് ചേച്ചിയുടെ വീട്ടിലേക്ക്, അതായത് വിദ്യ ചേച്ചിയുടെ മൂത്ത മോൾ ഇവിടെ അല്ല, രണ്ടാമത്തെ ആളാണ് കൂടെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവർ വന്ന് കുറച്ച് നേരം നിന്ന് അവരും പോയി. പക്ഷെ വാവിനെ തൊടുകയൊന്നും ചെയ്തില്ല കേട്ടോ. ഇൻഫെക്ഷൻ ആവണ്ട, ഇപ്പം NICU വന്നിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ട് നിൽക്കുന്നേ ചെയ്ത് അങ്ങനെ അവരും പോയി. സംഭവം ഇപ്പോൾ അവനെ കണ്ടത് വളരെ കുറച്ച് ആൾക്കാരാണ്. ഇന്നലെ എന്താ പറയുക, അപ്പവും ആര്യയൊക്കെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ ടൈമിൽ കറക്റ്റ് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അപ്പവും ആര്യയൊക്കെ അത് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇവർ തൃശ്ശൂർക്ക് തിരിച്ചു പോവുകയാണ്. ആകെ എന്തോ ഒരു സങ്കടം, ചെറുതിനെ അങ്ങോട്ട് കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും, അതായത് കിച്ചുട്ടനെ എൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് അധിക സമയമൊന്നും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഒരു പിന്നെ കുറച്ച് വീട്ടിലും അവിടെയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു നാളെ പോവാടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ എന്തോ അത്യാവശ്യം ഉണ്ടായിട്ട് പോകേണ്ടി വന്നു. ഇനിയിപ്പം പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരുന്ന് വേഗം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അല്ലൂസ് ഇങ്ങനെ വയ്യിലേ നടക്കുകയാണ് കേട്ടോ. പോവണ്ട, ഇവിടെ നിൽക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവർ വയ്യാതെ. അവർ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മമ്മ കഞ്ഞി, ദോശ, ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ദോശയും ചിക്കൻ കറി ആയിരുന്നു. എൻ്റെ മോഷണമൊക്കെ പോയതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് എല്ലാ ഫുഡും കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഷുഗർ ഇപ്പം ഇല്ല, അതായത് ഡെലിവറിക്ക് ശേഷം ഷുഗർ ചെക്ക് ചെയ്ത് ഇതുവരെ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കി, അതിലൊന്നും ഷുഗർ കാണിക്കണില്ല. സോ സേഫാണ് ഗൈസ്. പക്ഷേ എന്തായാലും 2 വീക്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ GDM വന്നു കഴിഞ്ഞാൽ, അതായത് പ്രഗ്നൻസി ടൈമിൽ ഷുഗർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഷുഗർ വരാൻ, നമ്മൾ പ്രോൺ ടു ഷുഗർ ഡയബറ്റീസ് എന്നാണ് പറയുക. അതായത് ഷുഗർ വരാൻ നമുക്ക് ചാൻസ് കൂടുതലാണെന്ന്. നമ്മുടെ കുഞ്ഞാവ് അതാ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇങ്ങനെ ഉറക്കത്തിലാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓനെന്ന് തോണ്ടി വയ്ക്കില്ല. അല്ലുനും തുമ്പിക്കും ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ഇവനുണ്ടല്ലോ ഈ കിച്ചു പോകുന്നതിൻ്റെ വല്ലാത്തൊരു ടെൻഷനായിട്ട് അല്ലൂട്ടെ. ഇവരെ വയ്യാലെ കുറേ നടന്നു നോക്കുന്നുണ്ട്, ഇന്നും കൂടെ അവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചിട്ട്. തുമ്പമ്മ ഓൾ അച്ഛൻ്റെ അടുത്ത് കാര്യമായിട്ടുള്ള എന്തോ കഥ പറച്ചില്ലാണ് കേട്ടോ. വൈശാഖേട്ടൻ പാവം പകല് കിടന്നുറങ്ങാന്ന് വിചാരിച്ചത്, അങ്ങനെ ഉറങ്ങിയിട്ടില്ല. സുന്ദര 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 അപ്പച്ചിന്റെ സുന്ദരക്കുട്ടനാണോ? അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. ഇപ്പം ഗോപി പൊട്ട് കേട്ടോ പോലെ ആയല്ലോ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. ആക്ച്വലി എനിക്ക് തോന്നുക അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും മേ ബി എല്ലാവരും കൂടി ഒരു ഫ്രെയിമിൽ വരണം എന്നുള്ളത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വാവേനെ റിസീവ് ചെയ്യുന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് അറിയും കൂടല്ല അന്ന് നമുക്ക് കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുന്നു. അന്ന് തന്നെ അപ്പൂനും ആര്യയ്ക്ക് എത്തിപ്പെടാൻ പറ്റുകയും ഒക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് ഒത്തുചേർന്നതാണ്. അപ്പം പിന്നെ അവർ തിരിച്ചു പോകുമ്പോൾ ആകെ എന്തോ ഒരു സങ്കടം കേട്ടോ. ചെറുതിനെ എനിക്ക് അങ്ങോട്ട് എടുത്ത് കൊതി തീർന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇപ്പോഴല്ലേ അവനെ കാണുന്നത് തന്നെ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇനിയിപ്പോൾ അവർ കുഞ്ഞിൻ്റെ പരിപാടിയോ ഒക്കെ ആകുമ്പോൾ വരുമായിരിക്കും. അപ്പം ഇനി എന്താ പറയുക, എൻ്റെ കൈയൊക്കെ നോക്കിയാലേ കയ്യിൽ ഇഞ്ചക്ഷൻ വെച്ച് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. അപ്പം അമ്മ അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിന് ഉമ്മ കൊടുത്തിട്ടൊന്നും മതിയാവണില്ല കേട്ടോ. എനിക്ക് അതിനെ അങ്ങോട്ട് കയ്യിലേക്ക് കിട്ടിയിട്ട് കൊതി തീർന്നില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് കാണുകയെന്ന് അറിയില്ല. ഇത്ര ദൂരം ഉള്ളതുകൊണ്ടാണ്. അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും കാണാമല്ലോ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ സിറ്റുവേഷനും ഇതാണ്. അങ്ങനെ എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ആരൊക്കെ പോയി വരട്ടെ. ഇപ്പോൾ ഇത്രയും ചെറുതിനെയും കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തല്ലേ.
അങ്ങനെ ഇനി എത്ര അങ്ങനെയല്ലേ നിങ്ങൾ കുറച്ച് സഹിച്ചേ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് നമുക്കുണ്ടല്ലോ ഈ പ്രസവം കഴിഞ്ഞാൽ കിളി വാറുന്നൊക്കെ പറഞ്ഞത് സത്യമാണ്. എൻ്റെ കിളി എലിയോ പോയിക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ അവരതാ പോവുകയാണ്. അമ്മ ലിഫ്റ്റ് വരെ അവരെ ആക്കി കൊടുത്തു കേട്ടോ. കാരണം ഇനിയിപ്പം നമുക്ക് ഇവിടെ വാവയ്ക്ക് ഇന്ന് രാവിലെ ഒരു ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, മഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവൻ്റെ സ്കിന്നിലൊക്കെ ചെറിയ രീതിക്കൊരു മഞ്ഞ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ണിലൊക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് മഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് പോയാൽ മതി. അതുകൊണ്ടാണ് നമുക്ക് ഡിസ്ചാർജ് കിട്ടാൻ. ഞങ്ങൾ ആക്ച്വലി ഇന്ന് ഡിസ്ചാർജ് ആണെന്നും പറഞ്ഞിരുന്നതാണ് കേട്ടോ. അവനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഞാൻ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അല്ലൂട്ടനാണെങ്കിൽ ആകെ സങ്കടമായിട്ടോ. അവൻ കുറേ പറഞ്ഞതാണ് പോവണ്ട, ഇന്ന് പോവണ്ട, ഇന്ന് പോവണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവർ പോകുന്ന കണ്ടപ്പോൾ ഓൻ ആകെ ഒരു സങ്കടം. അപ്പോൾ ഓൻ ആടെ അങ്ങനെ മാറി നിൽക്കണം കേട്ടോ. അപ്പോൾ ആര്യ അവനോട് യാത്രയൊക്കെ പറയാണ്. ഓൻ ഇന്നലെ തൊട്ടിട്ടേ തുടങ്ങിയാണ്, ആര്യമാമി അപ്പു ഇവിടെ നിൽക്കുമോ. അപ്പൂനെ അപ്പൂ എന്നാട്ടോ, വല്ലപ്പോഴും അപ്പു മാമ വിളിക്കുക, ആര്യനെ ആര്യമാമി വിളിക്കട്ടോ. അങ്ങനെ ഓരോട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞ് ചെക്കൻ ആകെ സങ്കടമായി ഒരു പോണെ കണ്ടിട്ട്. ചെറുതും പോവാണല്ലോ. ഇനിയിപ്പോൾ കിച്ചുട്ടിനെ നമുക്ക് കാണണേ കുറച്ച് ദിവസങ്ങളെടുക്കും. എന്നാലും ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റില്ലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, മീൻസ് സന്തോഷിക്കുന്നത്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഒന്നും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ലേ ചെറുതിനെ. പിന്നെ ഞാൻ അങ്ങനെ പറയായിരുന്നു, ഞാൻ പോകുമ്പോഴത്തേക്കും ഓൻ്റെ ആ ചെറിയ ഒരു കാലം കഴിഞ്ഞ് ഓനൊരു ചോറുകൊണ്ട് സമയമൊക്കെ ആവാൻ മതിയോ, ഓൻ്റെ ഈ സ്റ്റിച്ചൊക്കെ ഒന്ന് ശരിയായിട്ട് വേണ്ട എനിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഞാൻ അങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ മുമ്പേക്ക് ഓനെ കാണാൻ പറ്റിയല്ലോ. ഇനി എന്തായാലും ഞാൻ പോയി എന്താ പറയുക, ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യണം. ഒന്ന് കുളിക്കുകയൊന്നും ചെയ്തില്ല. എന്ന് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ദിവസം. ഇന്നലെ രാത്രി ഉറങ്ങാത്തതുകൊണ്ടേ ഞങ്ങളാരും കുളിച്ചിട്ടില്ല, മക്കളെ കുളിപ്പിച്ചിട്ടില്ല. എല്ലാം ലേറ്റായിരുന്നു. കാരണം രാത്രി ഉറങ്ങാണ്ടായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കിളി പറന്നുപോയി. അപ്പോഴത്തേക്ക് ഇത് അച്ഛനും അമ്മയും ചോറൊക്കെ കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അപ്പു ആരെയും പാച്ചച്ചനെ നമ്മളെ വീട്ടിൽ പോയിട്ട് പാച്ചച്ചനെയും ഉഷമ്മേനെയും അച്ചച്ചനെയും ഇളയമേനെയൊക്കെ കണ്ട് വാവേനൊക്കെ കാണിച്ചു കൊടുത്ത് വന്നതാണ്. അപ്പോൾ അമ്മ ആയിരുന്നു പറയാം, ഞങ്ങൾ ഇത്രയും തിരക്കിട്ടായിരുന്നു ഓടിയിട്ട് ഇപ്പോഴും നിങ്ങൾ പോയില്ലല്ലേ, അപ്പോൾ ആടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോന്നാൽ പോരേനെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അമ്മ. അങ്ങനെ അപ്പോൾ അമ്മ അതാ ഇപ്പോഴാണ് ചെറുതിനെ കാണാൻ വരുന്നത്. അച്ഛൻ ഇന്നലെ തന്നെ ഇരിക്കപ്പുറത്തില്ലാതെ നട്ടപ്പാതിരിക്ക് തന്നെ വന്ന് ചെറുതിനെ കണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മേനോട് ഇങ്ങനെ പറയാം, കണ്ടോ അച്ഛമ്മ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അമ്മ ഇപ്പോഴാണ് നമ്മളെ കുഞ്ഞാവനെ കാണാൻ വരുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഓരങ്ങടേക്ക് പോവുകയാണ്. പിന്നെ കല്യാണി ഇവിടെ അല്ല. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണി വാവനെ കണ്ടോന്ന്. കല്യാണീൻ്റെ വീട്ടിലാണ്, ചെറുതിനെയും കൊണ്ട് അങ്ങോട്ട് പോയതോളം അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് പ്രോഗ്രാമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയതാണ്. അതുകൊണ്ട് ഒക്കെ കാണാൻ പറ്റിയില്ല. പിന്നെ ഉണ്ണിയച്ഛനാണെങ്കിൽ മീറ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഇടയിലാണല്ലോ നമുക്ക് അന്ന് ഡെലിവറീൻ്റെ സമയത്ത് അന്നാണെങ്കിൽ വാവേനെ കണ്ടു, NICUവിൽ കയറി കണ്ടു. പക്ഷേ റിസീവ് ചെയ്യുന്ന സമയത്തൊന്നും ഉണ്ണിയച്ഛനും വന്നെത്താൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആർക്കും പറ്റില്ല. അശ്വിനി ആണെങ്കിൽ അശ്വിനിക്ക് കല്യാണം, അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ പനി കിട്ടി പിന്നെ വാവേൻ്റെ അടുത്തേക്കൊന്നും വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഓക്കും വരാൻ പറ്റിയില്ല. അങ്ങനെ പലർക്കും കാണാൻ പറ്റിയില്ല, പലരും കാണുകയും ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ എല്ലാവരും കാണുന്ന രംഗങ്ങളൊക്കെ എന്തായാലും ഞാൻ ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ അച്ഛനും അമ്മയും ഇതാ കയറി ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അങ്ങനെ അച്ഛമ്മ കുഞ്ഞുമാവിനെ കാണുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ ആക്ച്വലി ആദ്യം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയല്ല, NICUവിൽ ട്യൂബും ഒക്കെ ഇട്ട് കിടക്കുന്നത്. അത് കണ്ടപ്പോഴത്തേ അമ്മേൻ്റെ കിളി പാറിയിട്ടുണ്ട്. അപ്പം അവിടുന്നാണ് കണ്ടത്. ഇങ്ങനെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ വൈശാട്ടനാണ് ക്യാമറമാൻ, വീഡിയോഗ്രാഫർ. അതുകൊണ്ടാണ് വൈശാട്ടനെ ഫ്രെയിമിലൊന്നും കാണാത്തത്. ഓക്കെ, നമുക്കൊക്കെ ഉണ്ടല്ലോ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ഏട്ടൻ്റെ അല്ല അനിയൻ്റെ ഡ്രസ്സ് ഇടുന്ന ഒരു വല്ലാത്തൊരു ഫീലാണ് അല്ലേ. അത് തന്നെയാണ് തുമ്പിമോക്കും. ഓക്കെ, എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും അല്ലൂസിനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലാണ് നോക്കും അവൾ ഭയങ്കര കംഫർട്ടായിട്ട് നിൽക്കുക കേട്ടോ. ഇനി അച്ചമ്മ കുട്ടീനോട് കുറച്ച് വിശേഷങ്ങൾ പറയട്ടെ കേട്ടോ. ഞാൻ പോയി അമ്മേനെ കുറച്ച് ചൊറിഞ്ഞു വരാം. എന്നാലും നിങ്ങൾ ഇന്നലെ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ചൊറിയാലോ. പിന്നെ അപ്പവും ആര്യയും വരുമ്പോൾ ആ കുഞ്ഞുമാവയ്ക്ക് ഒരു ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സാണിത്. അതേത് ഓളെ മുഖം കാണിക്കടി, വാവേന്ന് അമ്മേ. അച്ഛാ അച്ഛടാ. പിന്നെ അതെൻ്റെ ക്യാനുവൽ എടുക്കാൻ വേണ്ടിയിട്ട് നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഡിസ്ചാർജ് ആണ് കേട്ടോ. ഇനി വാവേനെ നമുക്ക് ഡിസ്ചാർജായി ഇങ്ങോട്ട് കിട്ടാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിനി ക്യാനുവലിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് എടുക്കുകയാണേ. പക്ഷെ നല്ല പെയിനാണ് കേട്ടോ. എനിക്കാണെങ്കിൽ വേദന സഹിക്കാനുള്ള കഴിവൊക്കെ പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് തന്ന് പോയി. പിന്നെ ഹേസുമ്മ വാവേനെ വിളിച്ചിട്ട് ഭയങ്കര കഥ പറച്ചിലായിരുന്നു കേട്ടോ. വാവേ എന്നൊക്കെ ഒരു വിളിയായിരുന്നേ.
മരുഭൂമിയിലൊരു മഴ എന്നൊക്കെ പറഞ്ഞ പോലെ ഇത്രയും ടെൻഷൻ അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെറുതിനെ കയ്യിൽ കിട്ടിയൊന്ന് സമാധാനിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത ഇടി വീഴുന്നത്. കാരണം ചെക്കന് ചെറുതായിട്ട് മഞ്ഞയുണ്ട്, അതുകൊണ്ട് NICUവിൽ ഫോട്ടോതെറാപ്പിക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒരു ദിവസം കൂടെ NICUവിൽ കിടക്കേണ്ടിയിരുന്നു പറഞ്ഞിട്ട് കൊണ്ടുപോകാണ് കേട്ടോ. ഈശ്വര, കുറച്ച് നേരത്തേക്ക് നമ്മളെ കയ്യിലേക്ക് കിട്ടിയിട്ട് വീണ്ടും തിരിച്ച് NICUവിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഒട്ടും നമുക്ക് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നേ. ആകെ എന്തോ ഒരു സങ്കടമായി പോയിട്ടാ. അല്ലും തുമ്പിയൊക്കെ ആകെ ഡസ്ബായി. ഞാനാണെങ്കിലും അതെ, വല്ലാത്തൊരു സങ്കടമായിപ്പോയി. തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. പക്ഷേ 24 അവർ ഒന്ന് ഫോട്ടോതെറാപ്പി ചെയ്താൽ ഓക്കെ ആവും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. 24 അവർ പോയിട്ട് നമുക്ക് പിന്നീട് എന്തോ വല്ലാത്തൊരു എന്താ പറയുക ഒരു ബ്ലാങ്ക് ഫീലായിരുന്നു അവൻ വന്നു പോയിട്ട് കേട്ടോ. അപ്പോൾ അല്ലും തുമ്പി ഉള്ളതുകൊണ്ട് ഒച്ചപ്പാടിനൊരു കുറവുമില്ല. പക്ഷേ എന്നാലും അവൻ വന്ന് പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു സങ്കടം. തിരിച്ച് NICUവിൽ എത്തിയപ്പോൾ നഴ്സുമാരൊക്കെ പറഞ്ഞാൽ ചെക്കൻ തറവാട്ടിലേക്ക് തന്നെ തിരിച്ച് വരികയാണോ എന്നിട്ടോ. അത് കഴിഞ്ഞ് അശ്വിനി സർപ്രൈസായിട്ട് കുട്ടീനെ കാണാൻ വന്നാൽ കുട്ടീനെ കൈ കിട്ടിയെന്നുള്ളതേ ഉള്ളൂ അറിഞ്ഞുള്ളൂ. തിരിച്ച് NICUവിൽ പോയി എന്ന് അറിഞ്ഞിട്ടുണ്ടായില്ല. ശശിമോളായിട്ട് നിൽക്കുന്ന നിപ്പാണത്. വൈശാട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഫ്ലാസ്കൊക്കെ പിടിച്ച് വരുന്ന വെച്ചാൽ ഞാൻ വാവയ്ക്ക് ഫീഡ് ചെയ്യാൻ പോവാണ്. ആ ടൈമിലേട്ടൻ പോയി കാപ്പി വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പോയി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ NICUവിൽ പോയി ഫീഡ് ചെയ്തിട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നാലും അവിടെ പോയിട്ട് അവൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ മഞ്ഞ ബോർഡർ ലെവലിൽ ഒരു ഇച്ചിരി അത്രയേ ഉള്ളൂ. അപ്പോൾ 24 അവറിൽ ഫോട്ടോതെറാപ്പി ചെയ്താൽ ശരിയാവുന്നതിനാണ് ഇപ്പോഴും ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും നമുക്ക് ഡിസ്ചാർജ് ഇല്ല, നാളെയും ഡിസ്ചാർജ് ഇല്ല. ബിക്കോസ് NICUന്ന് നമ്മളിപ്പോൾ അവിടുന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അന്ന് തന്നെ ഡിസ്ചാർജ് തരൂലല്ലോ. അതുകൊണ്ട് ഇനി എന്തായാലും ഒരു 2 ഡേയ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ നിൽക്കണം എന്ന് ഏകദേശം ധാരണയായിട്ടുണ്ട്. ചേട്ടൻ ലിഫ്റ്റൊക്കെ ചാടി നിർത്തുന്നത് കണ്ടില്ലേ. NICUന്ന് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വാവയ്ക്ക് മിറ്റൻസും ബൂട്ടീസും നമ്മൾ വാങ്ങിച്ച ചിലത് സെറ്റായില്ല ഗൈസ്. അപ്പോൾ നോർമൽ ടൈപ്പ് ഉണ്ടാവുമല്ലോ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ കടയിൽ പോയി അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഏട്ടനും അല്ലൂസും പുറത്ത് പോയി അല്ലൂസും മുടിയൊക്കെ വെട്ടിച്ച്. കാരണം സ്കൂളിൽ പോകണ്ടേ. ഹല്ലൂസിൻ്റെ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കൊന്ന് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയാൽ മതി എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുട്ടീൻ്റെ ആദ്യത്തെ ദിവസമൊക്കെ സ്കൂളിലത്തത് ഞാനൊന്നും വീട്ടിലില്ലാതെ പോവാൻ അങ്ങനെയൊക്കെ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യാട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അത് ആലോചിക്കുമ്പോൾ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവമേ അതായത് അടുത്ത ദിവസം മോന് അടുത്ത ടെസ്റ്റ് ഉണ്ട്, അതായത് മഞ്ഞ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടെസ്റ്റിൽ എന്തായാലും കുറയണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇതാ നമ്മൾ രാവിലെ എണീറ്റ്. അപ്പോൾ ചെക്കനില്ലാത്തതുകൊണ്ട് തലേന്ന് രാത്രി ഞങ്ങൾ നല്ലോണം ഉറങ്ങി കേട്ടോ. കാരണം ഉള്ള ദിവസം നമ്മൾ തീരെ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഫുള്ള് നമ്മളിങ്ങനെ ആടി ഉറങ്ങിയായിരുന്നു നടക്കണ്ടായിരുന്നത്. ചെറുതിനെ പിന്നെ NICUവിൽ കൊണ്ടുപോയില്ല. അപ്പോൾ അന്ന് നേഴ്സ് പറയാം, സാരല്ല നീ ഇന്നലെ ഉറങ്ങാത്ത ഉറക്കമൊക്കെ നന്നായി ഉറങ്ങി തീർത്തിട്ട് വായോ, അപ്പോഴത്തേക്കും ഞങ്ങൾ സെറ്റായി നിൽക്കാം, നമുക്ക് ഡിസ്ചാർജൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും നമ്മൾ NICUവിൽ പോയി വാവയ്ക്ക് പാലൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇന്ന് അവനെ തിരിച്ച് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് നിൽക്കുന്നത്. കാരണം വന്നു പോയിട്ട് ആകെ നമുക്കൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അല്ലും തുമ്പിയൊക്കെ ആകെ സങ്കടത്തിലാണ്. തുമ്പമ്മ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിലും പിന്നെയും സോഫയിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടാ. ഇനിയിപ്പം ഇവരുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കൊക്കെ എന്താവും എന്നുള്ളതാണ് അറിയാത്തത്. ഹേസു രാവിലെ വിളിച്ചിട്ടുണ്ട് വാവേനെ കാണാൻ വേണ്ടി, വാവേനെയൊക്കെ കാണിച്ചു കൊടുക്കാൻ. ഈ വാവ ഇവിടെ ഇല്ല എന്നുള്ളത് ലെവൽക്ക് അറിയില്ലല്ലോ. പിന്നെ ഏട്ടനെ കണ്ട സന്തോഷമാണ് കേട്ടോ കുട്ടിക്ക്. അല്ലൂസും ഹേസും ഭയങ്കര കോംബോ ആണ് കേട്ടോ. അല്ലൂസിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഹേസുവിൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നേ. വാവേനെ കാണാത്ത വാവ എന്നൊക്കെ കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു. വാവേനെ കാണിച്ചു കൊടുക്കാൻ വാവ അവിടെ ഇല്ലല്ലോ. അച്ഛനെ അമ്മേനൊക്കെ ഞങ്ങൾ ആഡ് ചെയ്ത് നോക്കി. അപ്പോൾ അച്ഛനാണെങ്കിൽ സ്കൂളിൽ പായസം വിളമ്പുന്ന തിരക്കിലാണ് കേട്ടോ. സ്കൂളിൽ ഇതാണ് പ്രവേശനോത്സവം. അപ്പോൾ അവിടുത്തെ ടീച്ചറോ ആരോ ആണ് കേട്ടോ. ഞങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നോട് വർത്താനൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ അച്ഛൻ അവിടെ പായസം വിളമ്പട്ടെ. പായസമൊക്കെ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് പായസമൊക്കെ കുടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം പ്രഗ്നൻസി ടൈമിൽ കുറേ എന്തൊക്കെയോ മുന്നിൽ കൂടെ പോയിട്ടും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നല്ലോ എനിക്ക്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ സങ്കടമൊക്കെ ഒന്ന് തീർക്കണം എന്നുണ്ട്. പക്ഷേ എന്നാലും ഷുഗർ അധികം എടുക്കണ്ട എന്നാണ് എൻ്റെ തീരുമാനം. കാരണം ആ ഷുഗർ കട്ട് ചെയ്തത് കൊണ്ടാണ് ആക്ച്വലി, അതായത് ഷുഗർ കൺട്രോൾ വെച്ചതുകൊണ്ടാണ് ഈ പ്രഗ്നൻസിയിൽ ഞാൻ ഓവർ തടി വെച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തോളാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും വയറുണ്ട് കേട്ടോ നല്ലോണം. ഇനി വയറൊക്കെ ഒന്ന് കുറച്ചെടുക്കണം. ഒരു ഇച്ചിരി വേദന കുറവുണ്ടെന്ന് കാണുമ്പോൾ ഞാൻ എണീറ്റ് നടക്കൂട്ടോ. നടന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പെയിനാവും. എന്നാലും വേണ്ടിയില്ല, നടന്നാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നന്നായി നടക്കുകയാണ് ചെയ്തത്. ഉച്ചയ്ക്കായപ്പോഴത്തേക്കും അച്ഛൻ എന്താ ഫുഡും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അമ്മ വേഗം ഫുഡൊക്കെ മക്കൾക്ക് രണ്ടുപേർക്കും കൂടെ കൊടുക്കുകയാണേ. ഇന്നാണെങ്കിൽ NICUവിൽ കുറച്ച് കൂടുതൽ ടൈം നിൽക്കേണ്ടി വന്നു. കാരണം മോന് ബ്ലഡ് എടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും കരയില്ല. അപ്പോൾ ഒന്നുകൂടെ ഫീഡ് ചെയ്തിട്ട് പോരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് അധികം നേരം ഇരിക്കേണ്ടി വന്നു. കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നൊക്കെ നല്ല പെയിൻ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അമ്മ പറയണേ, നീ പോയി കഴിഞ്ഞിട്ട് ഇത് എവിടെ ഇവൾ ഇത്രയും നേരം പോയത്? NICUവിൽ പാൽ കൊടുക്കാന്ന് പറഞ്ഞാൽ പേറിപ്പോയാലൊരു 1/4 മണിക്കൂറിനുള്ളിൽ തിരിച്ച് വരേണ്ടതല്ലേ. പക്ഷെ ഞാൻ മണിക്കൂറുകളായിട്ടും വരുന്നത് കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. നിന്നിട്ടൊന്നും വന്നൊക്കെ ഒന്നും ചെയ്തില്ല മമ്മി. അങ്ങനെ ഒരേതായിരുന്നു ചോറൊക്കെ തിന്നു. ഉഷമ്മേൻ്റെ സ്പെഷ്യൽ സാമ്പാറും ചോറും
ചോറൊക്കെ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ വേമ്പോട്ട്. ഞാൻ ഇങ്ങനെ വിശന്ന് കൊടല് കരിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മോനെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സമാധാനം, ബിക്കോസ് മഞ്ഞ ചെറിയ രീതിക്കേ ഉള്ളൂ, ഓനാണെ ആക്റ്റീവാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓവർ ടെൻഷൻ ഇതിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നഴ്സാണെങ്കിലും ഡോക്ടറാണെങ്കിലും ഒക്കെ പറഞ്ഞു ബോർഡർ ലെവലാണ്, അപ്പം ഒരു 24 ഹവറിൻ്റെ കാര്യമുള്ളൂ ഫോട്ടോതെറാപ്പി ചെയ്തിട്ട് പോകുന്നത് നല്ലത്. ബിക്കോസ് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല. അപ്പം നമുക്കിത് ചെയ്ത് എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പിന്നെ അടുത്ത ദിവസം നമുക്ക് ഡിസ്ചാർജ് തരാം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് കുറച്ച് സമാധാനമായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എന്താ തിരിച്ച് പോവാണ് കേട്ടോ. ഇനി അച്ഛന് വീട്ടിലേക്ക് പോവാണ്. അച്ഛൻ വീട്ടിൽ പോയിട്ട് മമ്മിയുടെ കൂടെ ചോറ് തിന്നു പറഞ്ഞിട്ട് പോയതാണ്. അച്ഛൻ ടാറ്റ ബൈ ബൈ പറയുമ്പോഴത്തേക്കും വൈശാട്ടൻ അവിടെ കിടന്നിക്കുന്നുണ്ടോ, കാരണം വൈശാട്ടന് ഉറക്കം വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. വൈകുന്നേരം ആവട്ടോ നമ്മുടെ വാവേൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണേ. അങ്ങനെ ഞാനിങ്ങനെ കിടന്നത് ആ തുമ്പം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കിടന്ന് ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഫൈനലി ചെക്കനെ മൊത്തത്തിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിടയ്ക്ക് തറവാട് വിസിറ്റ് ചെയ്ത് വരാം, അത്രയും ദിവസം അവിടെ കിടന്നതല്ലേ, വന്ന വഴി മറക്കരുതെന്ന് അറിയില്ലേ, അതുപോലെ അവനൊന്ന് NSUവിൽ കയറി വന്നാന്ന് വിചാരിക്കുകയാണ്. ഫോട്ടോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം ആ ഒരു ചേഞ്ച് ഫേസിലും സ്കിന്നിലൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഒരു യെല്ലോയിഷ് ടിഞ്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഡിമിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. തുമ്പി അല്ലുവാണെങ്കിൽ ഇനി ഇവനെ വിട്ട് വേറെ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇവനെ തിരിച്ച് പിന്നെയും കൊണ്ടുപോയപ്പോൾ അവർക്കൊരു പേടി കുടുങ്ങി, അയ്യോ ഇനിയും കൊണ്ടുപോകുക എന്നുള്ളൊരു പേടി നല്ലോണം ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും. രണ്ടുപേരും വന്ന് ഇങ്ങനെ കുഞ്ഞൻ്റെ അടുത്ത് ഇങ്ങനെ വരികയാണേ. പിന്നെ ഞാൻ ഓവർ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോകാറില്ല, കാരണം അത് അവർക്ക് ഇങ്ങനെ ഹേർട്ടാവും. എനിക്കത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ഇപ്പോൾ തുമ്പി ഉണ്ടായ സമയത്ത് അല്ലുവിന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും സങ്കടമാവുമോ എന്നുള്ള ടെൻഷനുണ്ട്. ഇപ്പോൾ ഇവനുണ്ടായപ്പോൾ അല്ലുവും തുമ്പിയും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സങ്കടം അവർക്ക് ഫീൽ ചെയ്യുമോ, അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് നല്ലോണം ഉള്ളതുകൊണ്ട് ഞാനത് മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കാറുണ്ട്. ചില സമയം പിന്നെ ചീത്ത കൊടുക്കേണ്ടത് ചീത്ത കൊടുക്കാൻ ചെയ്യല്ലേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ അല്ലു എന്താണ് എഴുതി കുത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ തുറക്കാനായില്ലേ, അവൻ്റെ ABCD I അത് ഇത് ഒക്കെ ഞാനൊന്ന് റിവിഷൻ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. തിരിച്ചു പോയി കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ പ്രത്യേകിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ബുക്കും കാര്യങ്ങളൊക്കെ അന്ന് തന്നെ റാപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പോവുക സ്കൂളിൽ പോവുക അത്ര തന്നെ ഉള്ളൂ കാര്യം കേട്ടോ. അങ്ങനെ നമ്മളിതാ ചെറുതിനെ എന്താ പറയുക മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി നമ്മളിനി അവനെ ഫീഡ് ചെയ്ത് ഇന്ന് രാത്രി എന്താ അവസ്ഥ എന്നുള്ളതെന്ന് കണ്ടറിയാൻ തന്നെ വേണം. അപ്പോൾ രാത്രിയപ്പോൾ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചു കേട്ടോ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചു. ശരിക്കും വൈശാഖേട്ടനെ പോലെ തന്നെ ഉണ്ടല്ലേ എല്ലാവരും പറഞ്ഞ പോലെ. പക്ഷേ അല്ലൂസിൻ്റെ പഴയ വീഡിയോസ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലൂസിനെ പോലെയുണ്ട്. അതുപോലെ തുമ്പീൻ്റെ എവിടേക്ക് ഒരു ഫേസ് കട്ടുണ്ട്, എല്ലാവരും കൂടെ മിക്സാണ്. പക്ഷേ എൻ്റെ ഒന്നും കിട്ടില്ല, എനിക്ക് ബുദ്ധിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ദൈവമേ. നല്ല ബുദ്ധിയല്ലേ. പ്രൊഡക്ഷൻ കമ്പനി ഭയങ്കര സ്ട്രോങ് ആണ് മക്കളെ. എല്ലാവരും ഇപ്പോൾ അതാ പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രസവിക്കാൻ നീ വേണമെങ്കിലും ഫുള്ള് ഹോൾമാർക്ക് അവിടുത്തെയാണല്ലോ എന്ന്. സംഭവം ശരിയാണ് കേട്ടോ. അല്ലും പിന്നെ ഇവനാണെങ്കിലും ഒക്കെ വൈശാഖേട്ടൻ്റെ ഒരു തനിപ്പകർപ്പിലേക്കാണ് പോയത്. തുമ്പമ്മ പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, കാരണം തുമ്പമ്മൻ്റെ ചെറിയ എൻ്റെ കോലത്തിൻ്റെ കാർബൺ കോപ്പിയാണ്. നിങ്ങൾ മുമ്പൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനും തുമ്പിയും ഒരേ അച്ചിൽ വാർത്തതാന്ന് അമ്മ എപ്പോഴും പറയും, സ്വഭാവമാണെങ്കിലും ഒക്കെ. ഇപ്പം അമ്മമ്മയും അമ്മച്ചനൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ തന്നെയായിരുന്നു നീയും ചെറുപ്പത്തിൽ നിന്നിട്ടോ. തുമ്പി ഓരോന്ന് വർത്താനം പറയുമ്പോഴും ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴും അങ്ങനെ ഇതാ അച്ഛനും മോനും കാര്യമായിട്ട് കിടക്കുന്നുണ്ട്. കുട്ടീനെ നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്, പക്ഷേ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇന്നത്തെ രാത്രി എന്ത് രാത്രിയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ചിലപ്പോൾ അങ്ങ് സെറ്റായിട്ടുണ്ടാവും അവൻ. എന്തായാലും ഇപ്പം നല്ല ഉറക്കത്തിൽ തന്നെയാണ്. നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ബൈ.